ഈ സേഫ് ടൈം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു 28 ദിവസം നീണ്ടു നിൽക്കുന്ന കോമൺ സൈക്കിളിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരാർത്തവം തുടങ്ങുന്ന പോലെ അടുത്ത ആർത്തവം തുടങ്ങുന്ന വരെയുള്ള ആ ടൈം പീരീഡ് ആണ് ഒരു മെൻസ്ട്രൽ സൈക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ പീരീഡ്സ് ആണെങ്കിൽ ഡേ 1 ഡേ 2 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 8 ദിവസവും അതേപോലെ തന്നെ അവസാനം വരുന്ന 10 ദിവസമാണ് നമുക്ക് സേഫ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇതൊരു മാക്സിമം സേഫ്റ്റി എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രഗ്നന്റ് ആവാൻ സാധ്യതയുള്ള സമയം എന്ന് പറയുന്നത് ആ ഇടയ്ക്കുള്ള 9 to 18 ഡേയ്സ് ആണ്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് 12, 13, 14, 15, 16 ഡേയ്സ് ആണ്. അപ്പോൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർക്ക് ആ ടൈം പീരീഡിൽ ചെയ്യാവുന്നതാണെന്നുള്ളതാണ്. പക്ഷേ ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്ക് ഇതൊന്നും പോസിബിൾ അല്ലല്ലോ. അല്ലല്ല, അവരുടെ കേസിൽ ഇത് കാൽക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ മെൻസ്ട്രൽ സൈക്കിൾ പോയിക്കൊണ്ടിരുന്ന ഒരാളുടെ കേസിൽ മാറ്റങ്ങളൊക്കെ വരാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സേഫ് എന്ന് ചിന്തിക്കുന്ന സമയം ചിലപ്പോൾ അൺസേഫ് ആവാവുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യേണ്ട സമയത്ത് കൃത്യമായ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ച് ചെയ്യുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലതായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തേക്കുക. കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനെ ഫോളോ ചെയ്തൊക്കെ മറക്കണം. മറ്റൊരു വീഡിയോ കാണാം. ബൈ.